എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ചതയ ദിനാശംസകൾ. ശ്രീനാരായണ ഗുരുദേവൻ്റെ ജന്മത്താൽ പവിത്രമാക്കപ്പെട്ട തിരുവോണം നാളിലെ ചതയം നമുക്ക് സ്വയം അറിയുവാനും ശുദ്ധീകരിക്കുവാനും ഉള്ളൊരവസരം കൂടിയല്ലേ. ഗുരുദേവൻ സ്വജീവിത യാത്രയിലൂടെയും കൃതികളിലൂടെയും നമ്മെ സ്ഥിരം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അറിവിൻ്റെ ആ വെളിച്ചത്തിലൂടെ യാത്ര ചെയ്യുകയല്ലേ അതിനുള്ള എളുപ്പവഴി. പലരും ഒരു പുതുവർഷ പുലരിയിൽ നമ്മളുടെ സ്വഭാവത്തിൽ ഉണ്ടെന്ന് നാം വിചാരിക്കുന്ന ചില ദോഷവശങ്ങൾ ഇല്ലാതാക്കുവാൻ പലപ്പോഴും ചില ഉറച്ച തീരുമാനങ്ങൾ, പ്രതിജ്ഞകൾ എടുക്കാറുണ്ടല്ലോ. ശ്രീനാരായണ ഗുരുദേവ ജയന്തി ഭക്തി ആദരങ്ങളോടെ ആഘോഷിക്കുവാൻ, അനുസ്മരിക്കുവാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായും ആ മഹാഗുരു നമ്മെ പഠിപ്പിച്ച, ഇന്നും വചനാമൃതത്തിലൂടെ നമ്മെ നിരന്തരം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമെങ്കിലും നമുക്ക് സ്വയം നമ്മളുടെ ജീവിതയാത്രയുടെ ഭാഗമാക്കുവാൻ ശ്രമിച്ചാൽ, കഴിഞ്ഞാൽ ധന്യമല്ലേ നമ്മളുടെ ജീവിതം. എനിക്കറിയാം, എന്നെ കേൾക്കുന്ന നിങ്ങളിൽ മിക്കവർക്കും എന്നേക്കാൾ ഈ കാര്യങ്ങളിൽ അറിവും അർപ്പണ മനോഭാവം ഉണ്ടെന്ന്. എങ്കിലും ഒരു തുടക്കം എന്ന രീതിയിൽ എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. ഗുരുദേവ ദർശനങ്ങളും ഗുരുദേവ പ്രബോധനാത്മകൃതികളും ദാർശനിക കൃതികളും പഠിക്കുവാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്, സ്നേഹവും സാഹോദര്യവും സമഭാവനയും ആർദ്രതയും അനുകമ്പയും ഉള്ളവരായിരിക്കണം ഓരോ ശ്രീനാരായണീയനും എന്നാണ്. അതുകൊണ്ട് തന്നെ ജന്മം കൊണ്ടോ ഗുരുദേവ കൃതികൾ മനഃപാഠമാക്കിയതുകൊണ്ടോ ആരും ശ്രീനാരായണനാകുന്നില്ല. മറിച്ച് ഗുരുദേവ തത്വങ്ങൾ പഠിച്ചുകൊണ്ട് ആ വഴിത്താരയിലൂടെ യാത്ര ചെയ്യുവാൻ നാം ശ്രമിക്കുമ്പോൾ മാത്രമാണ് നമ്മൾക്കും ശ്രീനാരായണീയർ എന്ന ആ കൂട്ടായ്മയുടെ ഭാഗമാകുവാൻ കഴിയുന്നത്. അരുവിപ്പുറം ശിവപ്രതിഷ്ഠയോടനുബന്ധിച്ച് ഗുരു ചൊല്ലിയ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്നതും, അതിനുശേഷം ശിവഗിരിയിലെത്തിയപ്പോൾ ഏകജാതി ഭവത്തേക ദൈവമേക മതം മതം എന്ന തുടങ്ങുന്ന ശ്ലോകവും, ഈ രണ്ട് ശ്ലോകങ്ങളും പറയുന്നത് ജാതിഭേദമോ മതദ്വേഷമോ ഇല്ലാതെ സഹോദരന്മാരെ പോലെ കഴിയുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ്. എന്ന് പറയുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ വസിക്കുന്ന എവിടെയും ജാതി വ്യത്യാസമോ മതവൈരമോ ഉണ്ടാകരുതെന്ന് മാത്രമല്ല, എല്ലാവരും സഹോദര തുല്യരായി സ്നേഹത്തോടെ സമഭാവനയോടെ ജീവിക്കണമെന്ന് കൂടിയല്ലേ. അതുപോലെ 1914 നമ്മെ അനുകമ്പ ദശകത്തിലൂടെ ഒരു പീഠ എത്രയും ചെറുജീവിയായ എറുമ്പിന് പോലും വരുത്തരുതെന്നല്ലേ ഗുരു പറഞ്ഞു തരുന്നത്. എന്നു മാത്രമല്ല, അതേ വർഷമെഴുതിയ ജീവകാരുണ്യ പഞ്ചകത്തിൽ പ്രപഞ്ച രഹസ്യം മനസ്സിലാക്കിയാൽ എല്ലാവരും ആത്മസഹോദരരെന്നല്ലേ ഗുരുദേവൻ പഠിപ്പിക്കുന്നത്. ഇതേ വർഷം തന്നെ ഗുരു നമുക്ക് ജാതി നിർണയം, ജാതി ലക്ഷണം എന്നീ കൃതികളിലൂടെ താർക്കികമായും ശാസ്ത്രീയമായുമാണ് ജാതി മതഭേദചിന്തയുടെ അർത്ഥശൂന്യത മനസ്സിലാക്കി തരുന്നത്. അതിനുശേഷം 1920 സദാചാരമെന്ന ഭാഷാ രചനയിലൂടെ നല്ലതല്ലൊരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത്, നല്ലതല്ലാത്തതുടനെ മറന്നിടുന്നതുത്തമം. അതുപോലെ 1897 എഴുതി 1917 പ്രസിദ്ധീകരിച്ച ആത്മോപദേശ ശതകത്തിൽ പറയുന്നു, പ്രിയം അപരൻ്റെ അതൻ പ്രിയം സ്വകീയ പ്രിയം അപരപ്രിയം ഇപ്രകാരമാകും, നയം അതിനാലെ നരന്നു നന്മ നൽകും, ക്രിയ അപരപ്രിയ ഹേതുവായി വരേണം. ഈ ചതയദിനത്തിൽ ഗുരുദേവൻ്റെ ഈ പ്രബോധനങ്ങളാണ് ഞാൻ ഉൾക്കൊള്ളുവാൻ ശ്രമിക്കുന്നത്. നമ്മുടെ ചുറ്റിലുമുള്ള സങ്കല്പത്തിലുള്ള എല്ലാത്തിനെയും സ്നേഹത്തോടെ, സാഹോദര്യത്തോടെ, സമഭാവനയോടെ, ഭേദചിന്തയില്ലാതെ ഒന്ന് കാണുവാൻ ശ്രമിച്ചാൽ, കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിലുണ്ടാകുന്ന സമാധാനം, സുഖം, ആനന്ദം എത്ര വലുതാണ്. നമ്മളുടെ ചിന്തയും പ്രവൃത്തിയും പ്രതിഫലേച്ഛയില്ലാതെ സഹജീവികളുടെ സന്തോഷവും സുഖവും കൂടി കണക്കാക്കി ചെയ്യുവാൻ കഴിഞ്ഞാൽ ജീവിതം സ്വാർത്ഥകമാവുകയില്ലേ. വാദിക്കാനും ജയിക്കാനുമല്ലാതെ അറിയുവാനും അറിയിക്കുവാനുമാണ് നമ്മളുടെ ലക്ഷ്യമെങ്കിൽ, അതിലൂടെ ആ ജ്ഞാനത്തിലൂടെ ആനന്ദസാഗരത്തിൽ ആറാടി ഗുരുപദം പ്രാപിക്കരുതോ? എല്ലാവർക്കും
സ്നേഹോഷ്മളമായ സമ്പൽ സമൃദ്ധമായ പുതുവത്സരം ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ. എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ. നന്ദി, നമസ്കാരം.